ശാസ്താംകോട്ടുപുറം താലപ്പൊലിക്ക് കാളയെ കെട്ടിവെച്ച് അളിയനെയും പെണ്ണിനെയും കാത്തിരിക്കുന്ന കുഞ്ഞിക്കോരൻ ഒരു ദേശത്തിലെ പഴയ സമുദായക്കാരുടെ ഒരു അനുഷ്ഠാന പാട്ട്. ഞങ്ങൾ ഉപയോഗിക്കുന്ന തനത് വാദ്യോപകരണങ്ങൾ വട്ടച്ചെണ്ട, വടിച്ചിലവ്. ഓരപ്പനെ ഏലൊരു മകനെ ഏലോരമ്മക്കേലൊരു മകളെ പാലക്യ പറമ്പനോ കുഞ്ഞിക്കോര. നാടൻപാട്ട് എന്താന്നുള്ളത് ഏകദേശം ഒരു ധാരണ നിങ്ങൾക്കുണ്ടാവും അല്ലേ? നാടൻപാട്ടിന്റെ മനസ്സിന് പെട്ടെന്ന് വരെ കലാപമണിയാണ് അല്ലേ? നാടൻപാട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതൊരു കൂട്ടായ്മയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റെല്ലാ കലാരൂപങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് നാടൻപാട്ടിനെ നമ്മളെല്ലാവരും ആസ്വദിക്കും. എല്ലാവരും ഒരുപോലെ ചേർന്ന് ശരിക്കും ഇഴുകിച്ചേർന്ന് ആസ്വദിച്ച് അവതരിപ്പിക്കുന്ന ഒരു കലാരൂപമാണ് നാടൻപാട്ട്. മറ്റൊരു പ്രത്യേകത, കേരളത്തിലെ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ജാതി, മത, അല്ലെ, വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട്. ഓരോ വിഭാഗങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഒരുപാട് സംസ്കാരമുണ്ട്. ഇപ്പൊ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ പറയ സമുദായക്കാർ, കണക്ക സമുദായക്കാർ, അല്ലെ, ഓരോ സമുദായക്കാർക്ക് ഓരോ പണ്ട് കാലങ്ങളിൽ അവരുടേതായിട്ടുള്ള പാട്ടുകൾ ഉണ്ടായിരുന്നു, നൃത്തങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ ആ സമുദായത്തിന്റെ പ്രാധാന്യവും മതത്തിന്റെ പ്രാധാന്യവും ഒക്കെ കുറഞ്ഞു വന്ന്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് നിങ്ങളുടെ മുന്നിലോ മത്സരത്തിന് ഒരു ടീമിനെ സജ്ജമാക്കുക, ഒരു തകർപ്പൻ പെർഫോമൻസ് നടത്തുക, അത് ആസ്വദിക്കുക. ആദ്യഘട്ടം അതാണ്, ആസ്വദിക്കുക, ആസ്വാദനം കണ്ടെത്തുക, ഇതിനോട് ഇഷ്ടം തോന്നുക. കലാപമണി നാടൻപാട്ടുകൾ അവതരിപ്പിച്ച് നമ്മൾ ആസ്വാദനം കണ്ടെത്തി ഇഷ്ടപ്പെട്ടു, അല്ലേ? അടുത്തൊരു സ്റ്റേജിലാണ് ഇതിന്റെ പഠനമാക്കി മാറ്റുക, പഠിക്കുക. നാടൻപാട്ട് എന്താണെന്നുള്ളത് പഠിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ 2 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പെങ്കിലും ആവശ്യമാണെന്ന്. എന്റെ കൂടെ വരാൻ കഴിയുമെങ്കിൽ ഓക്കെയാണ്, നിങ്ങൾ എല്ലാവരും ഓക്കെയാണ്. ഒറ്റക്കെട്ടാണെന്ന് നമുക്ക് തെളിയിക്കാം. റെഡിയാണോ? ആ കഥ നിങ്ങളൊരു പാട്ടായിട്ട് കൊണ്ടുപോകുക. പിന്നെ അതിന് വേറെ കുറെ കുറുമ്പാട്ടുകൾ ഇത് പിന്നെ വീടാൻ തോറും ഈ കാളനെയും കൊണ്ട് നടക്കുകയാണ് ഞങ്ങൾ, തെണ്ടാണ്. ആ തെണ്ടുമ്പോൾ കിട്ടേണ്ടതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അതിൽ അത് കൊടുക്കുന്നുണ്ട്. അത് ആദ്യം പോകേണ്ട സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അവിടെ പോകും. എല്ലാ ടീമിൻ്റെ അടുത്തും പോകണം. അത് മാപ്പിള ഹിന്ദു കണക്കൊന്നുമില്ല, എല്ലാ വീട്ടിലും ഈ കാളനെയും കൊണ്ട് നടക്കും. അവിടെ ഓരോരുത്തരെ ആ നാട്ടിൽ എല്ലാവരും അതിനോട് ആദരവ് കാണിക്കുന്ന ഒരു തിരുവാലിയാണത്. ചാത്തങ്കോട്ട് പുറം പറഞ്ഞ സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ എല്ലാ കൊല്ലവും ഞങ്ങളൊക്കെ പോകലുണ്ട് ആ പരിപാടി കാണാൻ. എല്ലാവരും സഹകരിക്കും, എല്ലാ ജാതിക്കാരും സഹകരിക്കും, എല്ലാ ടീമിന്റെ. ഈ കളിയാട്ടം ടീച്ചർ എവിടെയാണ് വീട്?
പൊട്ടിക്കര. ഈ കളിയാട്ടം ഉണ്ടല്ലോ, കളിയാട്ടം അങ്ങനെ മുസ്ലിം ഹിന്ദു ആ കണക്കൊന്നുമില്ല അവിടെ. അതിന് വേറെ ഇതുണ്ട്, എല്ലാ ഒരുപാട് അവകാശികളുണ്ടായി. ഇപ്പോ മാപ്പിളമാരുടെ കുടുംബത്തിൽ നിന്ന് ഒരു അവകാശമുണ്ട് കളിയാട്ടക്കാവില്. ചാലിയത്ത് മരക്കാമാര് നടന്ന കുടുംബങ്ങളുണ്ടാവും. അവരും കൂടെ കൂടിയാണ് ഈ കളിയാട്ടക്കാവില് ഈ ഉത്സവം നിശ്ചയിക്കുക. നോക്കി നിൽക്കുമ്പോഴാണേ കൂക്കി കൂക്കി നിൽക്കുമ്പോഴാണേ കളിയേനും കുഞ്ഞിപ്പങ്ങളും വരണണ്ടല്ലേ എന്ന് പറഞ്ഞാൽ ശരിയാവും. പക്ഷെ അവിടെ ഇല്ലെന്ന് തന്നെ വരണം. അപ്പോഴേ ഞങ്ങളെ കാരണന്മാർക്ക് അത് യോജിക്കുള്ളൂ. അത് കൊട്ടുണ്ടായിരുന്നു, പ്രത്യേക കൊട്ടുണ്ടായിരുന്നു. ആ കൊട്ടിനൊക്കെയാണ് ഈ രീതി വരണത്.